ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ. കഴിഞ്ഞ ദിവസം തിരുമല തിരുപ്പതി വെങ്കടേശ്വരനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരു സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നത്? കേരളത്തിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിലെ അത്ഭുതം നിറഞ്ഞ ക്ഷേത്രങ്ങൾ, അതിനെക്കുറിച്ച് പറയാമോ? ഇന്ന് അതുപോലൊരു അത്ഭുതങ്ങളുടെ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ ആയിരക്കണക്കിന് മണൽത്തരികൾ പോലെ അവതാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ശ്രേഷ്ഠമായ 10 അവതാരങ്ങളാണുള്ളത്. അതിൽ തന്നെ ശ്രേഷ്ഠമായ 3 അവതാരങ്ങളാണുള്ളത് എന്നാണ് പത്മപുരാണം പറയുന്നത്. 10 അവതാരങ്ങളിൽ ശ്രേഷ്ഠമായ 3 അവതാരം: കൃഷ്ണാവതാരം, രാമാവതാരം, എല്ലാവർക്കും അറിയാം. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ആരാന്നറിയാമോ? നരസിംഹസ്വാമി. 10 അവതാരങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഇത്രയും അവതാരങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠവും ഉഗ്രവുമായ ഏറ്റവും ശക്തിവൈഭവമുള്ള അവതാരം എന്ന് പറയുന്നത് നരസിംഹ അവതാരമാണ്. ആ ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ, ആനയടി നരസിംഹസ്വാമി ക്ഷേത്രം. അത്ഭുതങ്ങളുടെ ക്ഷേത്രമാണ് അവിടെ. ആയിരക്കണക്കിന് തവണ അവിടെ ഗജമേള നടത്തിയിട്ടുണ്ട്. ഇതുവരെ ആന ഇടഞ്ഞിട്ട് പോലും ഒരാളുടെ ദേഹത്ത് നിന്ന് ഒരു രക്തം പോലും വന്നിട്ടില്ല എന്നാണ് അവിടുത്തെ ഒരു ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ അവിടെ നേരിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ അത്ഭുതങ്ങളുടെ ദേവനാണ്, അത്ഭുതങ്ങളുടെ. അവിടെ മഹാവിഷ്ണുവിൻ്റെ ശിലയിൽ ഉഗ്രം വീരം മന്ത്രം ചൊല്ലിയാണ് പൂജ നടത്തുന്നത്. അതായത് നരസിംഹ മന്ത്രം ചൊല്ലി വിഷ്ണു ഭഗവാന്റെ, അതായത് നരസിംഹസ്വാമിയുടെ മുഖമൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്, നരസിംഹസ്വാമിയുടെ വിഗ്രഹമല്ല. കാരണം എന്താണ്? നരസിംഹസ്വാമിയുടെ വിഗ്രഹം അല്ലാഞ്ഞിട്ട് കൂടി മഹാവിഷ്ണു ഭഗവാന്റെ വിഗ്രഹത്തിൽ നരസിംഹ മന്ത്രം ചൊല്ലിയിട്ട് കൂടി അവിടെയുള്ള ആളുകൾ പറയുന്നത് ആ ശക്തി വൈഭവം സഹിക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ദർശനമുള്ളവിടത്തെല്ലാം ആ ശക്തി വൈഭവം അനുഭവിക്കാൻ സാധിക്കുന്നു. അതുപോലെ അത്ഭുതങ്ങളുടെ തന്നെ ദേവൻ. എത്രയെത്ര അത്ഭുതങ്ങൾ! നിങ്ങൾ ആനയടി നരസിംഹസ്വാമി എന്ന് അടിച്ചു നോക്കിയാൽ, അല്ലെ ആനയടി ടെമ്പിൾ എന്ന് അടിച്ചു നോക്കിയാൽ ആ ഭഗവാനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി കാണാം. അത്ഭുതങ്ങളുടെ ദേവനാണ്. എന്തു കാര്യവും, പ്രത്യേകിച്ച് കഴിഞ്ഞ ഇടയിൽ വാർത്തയിൽ പ്രാധാന്യം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവിടെ ആനയെ എഴുന്നള്ളിച്ചപ്പോഴാണ്. ഇലക്ഷന് ശേഷം ജയിച്ചതുകൊണ്ടായിരിക്കാം ആനയെ എഴുന്നള്ളിച്ചു. അതുപോലെ ഏതൊരു കഷ്ടതയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നരസിംഹസ്വാമിക്ക് ആനയെ എഴുന്നള്ളിക്കാമെന്നുള്ള നേർച്ച നേർന്നാൽ മതി. അതാ ആനയെ എഴുന്നള്ളിക്കൽ എന്ന് കേൾക്കുമ്പോൾ പലരും ആനയെ നടക്കിരുത്തലാണോ, സ്വന്തമായി ആനയെ മേടിച്ചതിനു ശേഷം അമ്പലത്തിൽ കൊടുക്കുന്നതാണോ എന്ന് പലരും ചിന്തിക്കും. അങ്ങനെയല്ല. ഒരു ആനയെ നിങ്ങൾ ഒരു ദിവസത്തേന് വാടകയ്ക്കെടുത്ത് അവിടെ ഭഗവാന് വേണ്ടി എഴുന്നള്ളിക്കും. പിന്നെ നരസിംഹസ്വാമി എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ദേവനാണെന്ന്. പ്രഹ്ലാദനെ സ്വന്തം മകനെ പോലെയാണ് ഭഗവാൻ നോക്കിയത്. ആ ഭക്തവാത്സല്യം എല്ലാവരോടുമുണ്ട്. ഭഗവാന്റെ ഭക്തർ ഭഗവാന്റെ മകനാണ്. ആ ഒരു രൂപത്തിലേ ഭഗവാൻ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരാപത്തിൽ നിന്നും സ്വന്തം മകനെ രക്ഷിക്കുന്ന പോലെ രക്ഷിക്കാൻ നരസിംഹത്തെ വെല്ലുന്ന ഒരു മൂർത്തിഭാവം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം രുദ്രാംശം നമ്മൾ പല നരസിംഹസ്വാമി ശ്ലോകങ്ങളിലും ധ്യാനമന്ത്രങ്ങളിലും പിനാക്കധാരിയായ നരസിംഹസ്വാമി, നീലകണ്ഠനായ നരസിംഹസ്വാമി, ത്രിനേത്രമുള്ള നരസിംഹസ്വാമി എന്നൊക്കെ കേൾക്കാറുണ്ട്. കാരണം എന്താ? ത്രിനേത്രമുള്ളതും പിനാക്കധാരിയായതും നീലകണ്ഠനുമാരാണ്, ശിവനാണ്. ശിവൻ്റെ രുദ്രാംശവും കൂടിയത് കൊണ്ട് തന്നെയാണ് എന്തിനേയും നശിപ്പിക്കാൻ പോകുന്ന പ്രഹരശേഷി നരസിംഹസ്വാമിക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം കോപത്തെ വിഷ്ണു ഭഗവാന് പോലും അടക്കാൻ സാധിക്കാതെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിവഭഗവാന് പോലും ഒറ്റയ്ക്ക് നേരിട്ട് നരസിംഹസ്വാമിയെ തോൽപ്പിക്കാൻ സാധിക്കാഞ്ഞത്. കാളീദേവിയുടെ 10 ഇരട്ടി പ്രഹരശേഷിയുള്ള പ്രത്യങ്കരാദേവിയും ശൂലിനി ദേവിയും 2 ചിറകുകളായി, ശരീരം സദാശിവനായും ശരഭമൂർത്തി എന്നൊരു രൂപം എടുത്തതിനു ശേഷം മാത്രമേ ഭഗവാൻ ശിവന് പോലും നരസിംഹസ്വാമിയെ തോൽപ്പിക്കാൻ സാധിച്ചുള്ളൂ. കാരണം എന്താണ്? ശിവൻ്റെ ഐശ്വര്യവും ആ ഒരു ദിവ്യ തേജസ്സും വിഷ്ണുവിൻ്റെ ഐശ്വര്യവും ദിവ്യ തേജസ്സും നിറഞ്ഞു നിൽക്കുകയാണ് നരസിംഹസ്വാമിയിൽ. അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ സാധിക്കില്ല. ആലിംഗനം ചെയ്താണ്, അതായത് കെട്ടിപ്പിടിച്ചാണ് ശാന്തനാക്കിയത് നരസിംഹസ്വാമിയെ ശരഭമൂർത്തി. ആലിംഗന നരസിംഹം എന്നാണ് പറയുന്നത് ശരഭമൂർത്തിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ 2 ദേവിമാരില്ലാതെ ശിവഭഗവാന് പോലും നരസിംഹസ്വാമിയെ തടയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒന്ന് ശാന്തനാക്കാൻ സാധിക്കില്ല. അതുപോലെ ശക്തിവിശേഷമുള്ള ഭഗവാനാണ്, ഏത് ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഭഗവാനാണ്. ആ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കേരളത്തിലെ ക്ഷേത്രം ആനയടിയാണ്. പക്ഷേ ഭഗവാന്റെ ഉള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേത്രം അഹോബിലമാണ്.
ആന്ധ്രാപ്രദേശിലുള്ള അഹോബിലം. അഹോബിലത്തെക്കുറിച്ച് ഞാൻ പറയാത്തത്, അല്ലെങ്കിൽ ഇനി എൻ്റെ സുഹൃത്ത് പിന്നെയും പറയും. കേരളത്തിലുള്ള ക്ഷേത്രം പറയും. കേരളത്തിലുള്ള ക്ഷേത്രം ഇതാണ് സുഹൃത്തെ. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്ന യഥാർത്ഥ ശക്തി വൈഭവം അനുഭവിക്കണമെങ്കിൽ അഹോബിലത്ത് ചെല്ലണം. അഹോ വീര്യം, അഹോ ധൈര്യം, അഹോബിലം, അഹോബിലം എന്നാണ് ദേവന്മാർ ഘോഷിച്ചത്. അതായത് ഭഗവാൻ തൂണ് പിളർന്നു വന്നപ്പോൾ അഹോബിലം, അഹോബിലം എന്ന് ദേവന്മാർ പറഞ്ഞ സ്ഥലമാണ് അഹോബിലം ക്ഷേത്രം, ആന്ധ്രാപ്രദേശിലുള്ള ക്ഷേത്രം. അവിടെ വെച്ചാണ് ഭഗവാൻ പ്രഹ്ലാദന് ദർശനം കൊടുത്തത്. തൂണ് പിളർന്നു വന്ന സ്ഥലമാണ് അഹോബിലം എന്നാണ് വിശ്വസിക്കുന്നത്. അവിടെ പലതരം നരസിംഹ ഭാവങ്ങളുണ്ട്. ജ്വാല നരസിംഹം, ഉഗ്ര നരസിംഹം, അതുപോലെ തന്നെ ലക്ഷ്മി നരസിംഹം, യോഗ നരസിംഹം, എല്ലാ നരസിംഹ ഭാവത്തിനും അവിടെ ക്ഷേത്രമുണ്ട് അഹോബിലത്ത്. അവിടെ ഭഗവാന്റെ തന്നെ വിഗ്രഹമാണ് അഹോബിലത്ത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ആ ദേവന്മാർ പറഞ്ഞത് കൊണ്ട് തന്നെ, ആ ദേവന്മാർ പറഞ്ഞത് വാക്യം പറഞ്ഞുകൊണ്ട് തന്നെ. ഭഗവാൻ തൂണ് പിളർന്ന് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ ദേവന്മാരെല്ലാം ഘോഷിച്ച ആ വാക്കിതായിരുന്നു, അല്ലെങ്കിൽ ആ ശ്രുതികൾ ഇങ്ങനെയായിരുന്നു: അഹോ ധൈര്യം, അഹോ വീരം, അഹോബിലം, അഹോബിലം. ജയ് ലക്ഷ്മീ നൃസിംഹസ്വാമിനേ നമഃ.